ഇപ്പം എന്താ ഉണ്ടാകുന്ന വെച്ചാൽ നിത്യേന ഇവിടെ അപകടങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് ആരോടാണ് ഇത് ചോദിക്കേണ്ടത്? ആരാണ് ഇതിന് ഉത്തരം പറയേണ്ടത്? അവിടുന്ന് ഇങ്ങോട്ട് കൈപ്പറമ്പ് തലക്കോട്ടിൽ എന്ന് പറയുന്ന ഒരു റോഡിൻ്റെക്ക് ഒരു ടേണിംഗ് ആണ്. അവിടുന്ന് വരുന്ന വാഹനങ്ങൾ കൈപ്പറമ്പിൻ്റെയും ചൂണ്ടലിൻ്റെയും വേലൂരിൻ്റെയൊക്കെ ഒരു മതിത ഭാഗമാണ്. അതായത് ഇവിടെ ഒരാൾ കമഴ്ന്നടിച്ച് വീണാൽ 3 ഭാഗത്തെ പോലീസ് സ്റ്റേഷനിൽ നിന്നിട്ട് വേണം പോലീസുകാർ വരണം ഈ ബോഡി എടുക്കാനായിട്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പേരാമംഗലം, കുന്നംകുളം, എരുമപ്പെട്ടി ഈ 3 അപ്പോൾ ഇതിനൊരു ചെറിയൊരു ടേണിങ് കൂടിയാണ് ഈ സ്ഥലം. ഈ ടേണിങ്ങിൽ അവിടുന്ന് വരുന്ന വാഹനങ്ങൾ ഇപ്പുറത്തൊന്നുമുള്ള വാഹനങ്ങൾ കാണുന്നില്ല. അതിൽ കൊടുത്തിട്ട് കുറേ മെറ്റൽ കൊടുത്തിട്ടു. അപ്പോൾ ഞങ്ങൾ കരുതി ഈ പഞ്ചായത്തിൻ്റെ ഇത് മാർച്ച് മാസം ആകുന്നതുകൊണ്ട് ഞങ്ങൾ മാർച്ച് മാസത്തിൽ റോഡിൻ്റെ പണി തീർക്കാനായിട്ട് പൊട്ടിപ്പൊളിച്ച് കിടക്കുന്ന റോഡ് ആകെ തകർന്ന് ശോചനീയമായി കിടക്കുമ്പോൾ അത് പണി തീർക്കാനായിട്ടോ അല്ലെങ്കിൽ റോഡ് ഉയരം കൂട്ടാനായിട്ടോ ഈ ടേണിങ്ങിൽ കൊടുത്തിട്ട് അപ്പോൾ ഞങ്ങൾ കരുതി 2-4 ദിവസത്തിനകം പണി തീർക്കാതിരിക്കുന്നതിന് ലോറി വരുന്നു, പൊക്കളിയും വരുന്നു, ഒതുക്കുന്നു, ടാറിങ് ചെയ്യുന്ന മാതിരിയൊക്കെ ചെയ്യുന്നു. അപ്പോൾ കരുതി എന്താണോ ഇത് റോഡിന് വല്ല പണികൾ നടക്കാനായിരിക്കും എന്നുള്ളതൊക്കെ കരുതിയിട്ടാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. ഇപ്പം എന്താ ഉണ്ടാകുന്ന വെച്ചാൽ നിത്യേന ഇവിടെ അപകടങ്ങൾ മാത്രമേ ഉള്ളൂ. സ്ത്രീകൾ, കുട്ടികൾ, അവിടുന്ന് വരുന്ന സ്ത്രീകൾ ഇവിടെ വന്ന് ഒരു ബോളർ മൊത്തം റോഡിൽ പരന്നെടുക്കുക. അവർക്ക് ഇവിടെ വന്ന് ഈ വണ്ടി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്പീഡിൽ വന്ന് ഇവിടെ മൊത്തം പരന്നുകൊണ്ടിരിക്കുന്നതും അപ്പുറത്തും ഇപ്പുറത്തെ ഈ കല്ല് കൂട്ടിയിട്ട് ഇതിൽ കയറിയിട്ട് യുവാക്കളും മറ്റുള്ള മധ്യവയസ്കരായ ആൾക്കാർ ബോളറിന് മുകളിലേക്ക് കയറി അവരവിടെ വീഴുന്നു. അതുകൂടാതെ ഇതെല്ലാം എൻ്റെ വീട്ടിലേക്കാണ് വന്ന് നമ്മളിവരെയൊക്കെ താങ്ങി പിടിച്ച് എടുത്തുകൊണ്ട് പോകുന്നു. ഇത് ആരോടാണ് ഇത് ചോദിക്കേണ്ടത്? ആരാണ് ഇതിന് ഉത്തരം പറയേണ്ടത്? ഇനി ആര് എന്ത് ചെയ്യും എന്നുള്ളതല്ല. ഈ അപകടം സംഭവിക്കുന്ന വ്യക്തികളെല്ലാം കൊണ്ടുപോയി നമ്മൾ ആസ്പത്രികളിൽ ചേർക്കാനും ആംബുലൻസിനെ നിത്യേന വിളിച്ച് നമ്മൾ ആംബുലൻസുകാരോട് പറയാനും ഇത്തരം മാത്രമേ നമുക്ക് സാധിക്കുന്നുള്ളൂ. അധികാരികളാണോ? ഇനി ആരാണ് ഇതിന് ഉത്തരം നൽകേണ്ടതെന്ന് നമ്മൾ ആരോട് ചോദിക്കും? ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് ഒരു അനീതി അല്ലേ?